നമസ്കാരം. യോഗയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ജലതത്വമാണ്. ജലം എപ്രകാരമാണോ ദ്രവരൂപത്തിലുള്ള ആഹാരപദാർത്ഥങ്ങൾ ശരീരത്തെ ആസകലം കൂട്ടിയിണക്കി പരിപോഷിപ്പിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞു വരുന്ന വിസർജ്യമാണ് മൂത്രം. അതിൻ്റെ സൂക്ഷ്മാംശത്തിലുള്ള പ്രോസസ്സിങ് കഴിഞ്ഞു വരുന്ന സൂക്ഷ്മാംശമാണ് നമ്മളുടെ പ്രാണൻ, എനർജി ആയിട്ട് അന്തരീക്ഷത്തിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. ഈ പ്രാണനെ സംരക്ഷിക്കുന്ന പദാർത്ഥങ്ങളെ കൊണ്ട് നല്ല പ്രാണോർജം ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഉപകരിക്കുക ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ പ്രാണാംശം ഭയങ്കര ആക്റ്റീവായിട്ട് നിലനിൽക്കും. ഇതിന് ശേഷം വരുന്നത് അഗ്നി തത്വമാണ്. അഗ്നിയെ സംബന്ധിച്ച് പറയുമ്പോൾ അഗ്നിയാണ് ശരീരത്തിലെ രൂപമാറ്റം സംഭവിക്കുന്നതിന് ഏറ്റവും കാരണമായിട്ടുള്ളത്. അഗ്നിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഈ അഗ്നി ഒരു ബയോ ഇലക്ട്രിസിറ്റി പ്രോഡക്റ്റാണ്. ബയോ ഇലക്ട്രിസിറ്റിയാണ് അഗ്നി തത്വത്തിലൂടെ ശരീരമാസകലം ദീപനം ചെയ്തു നിൽക്കുന്നത്. ഈ അഗ്നിയെ ഉദ്ദീപിപ്പിച്ചാലാണ് നമ്മുടെ ശരീരം സദാ മാറ്റത്തിന് വിധേയമാക്കി ശരീരത്തിലെ എല്ലാ പ്രോസസ്സിങ്ങിനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള കറണ്ട് ഊർജം കൊടുത്ത് നിലനിർത്തുന്നത് ഈ അഗ്നിയാണ്. അഗ്നി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ മിനറൽസും ധാതുക്കളും വൈറ്റമിൻസും എല്ലാം ചേർന്ന് അഗ്നിയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഈ അഗ്നിയെ 13 തരത്തിൽ വിഭജിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള അഗ്നിയുണ്ട്, നമുക്ക് വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കാം. ഈ അഗ്നിയുടെ ശിഷ്ടമാണ്, അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള ശിഷ്ടമാണ് ശുക്രമായിട്ടും സ്ഥൂലതലത്തിൽ, സൂക്ഷ്മതലത്തിൽ അത് നമ്മുടെ വാക്കായിട്ടും മാറുന്നത്. അപ്പോൾ അഗ്നിതത്വം സൂക്ഷ്മതലത്തിൽ വാക്കായിട്ട് മാറുമ്പോൾ അത് നമ്മളുടെ എനർജി ആയിട്ട് രൂപാന്തരപ്പെട്ട് ശരീരത്തിനെ മനസ്സിനെയും നിയന്ത്രിക്കാൻ തക്ക പാകത്തിലുള്ള എനർജി ആയിട്ട് മാറും. അപ്പോൾ ശരീരത്തെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളിൽ അഗ്നി പ്രവേശിച്ച് ആ അഗ്നിയാണ് വികാരങ്ങളെ ഉണർത്തുന്നത്. വികാരങ്ങളെ തളർത്തുന്നതും ഉണർത്തുവാനുമുള്ള ശേഷി ഈ അഗ്നിക്കുണ്ട്. അപ്പോൾ ഈ അഗ്നി തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ആസമകലം ഓജസ്സായിട്ടും തേജസ്സായിട്ടും ശരീരത്തിലെ ഒരു കളറായിട്ടും, അതായത് നമ്മളുടെ ഒരു ഉന്മേഷമായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു കളറും ഒരു സൗന്ദര്യവും ഒക്കെ കൊടുക്കുന്നത് അഗ്നിയുടെ ഫലമാണ്. ഒരു 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടി അമ്മയോടൊപ്പം അല്ലെങ്കിൽ പേരൻസിനൊപ്പം ഓരോന്ന് കണ്ടും കേട്ടും അറിഞ്ഞും അനുകരിച്ചും വളരുമ്പോൾ അവനിൽ ഒരു 12, 13, 14 വയസ്സാകുമ്പോൾ ഒരു അഗ്നി വിസ്ഫോടനം തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നു. ഈ അഗ്നി വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ദേഹത്ത് ഒരു എക്സ്പ്ലോഷനാണ് നടക്കണേ. അഗ്നി വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ദേഹം ആകെ മാറുന്നു, രൂപാന്തരം സംഭവിക്കുന്നു. പുരുഷന്മാരിലാണെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം വരും, ഗുഹ്യഭാഗങ്ങളിലൊക്കെ രോമ വളർച്ച ആരംഭിക്കും, ലൈംഗിക അവയവങ്ങളൊക്കെ ഉണരാൻ തുടങ്ങും. സ്ത്രീകളിലാണെങ്കിൽ അഗ്നി വിസ്ഫോടനത്തിന് ശേഷം മെൻസസ് ആരംഭിക്കും. മറ്റ് മാർവിടങ്ങളും ശരീരഭാഗങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ സമയമാണ് അഗ്നി വിസ്ഫോടനത്തിന് ശേഷം സംഭവിക്കുന്നത്. ഈ അഗ്നി വിസ്ഫോടനത്തിന് ശേഷം സംജാതമാകുന്ന ഈ അഗ്നിയെ നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചിട്ട് താഴേക്ക് പിടിച്ചാലും ഇത് മുകളിലേക്ക് തന്നെ കത്തുള്ളൂ, നേരെ പിടിച്ചാലും ഇത് മുകളിലേക്ക് തന്നെ കത്തുള്ളൂ. അപ്പോൾ ഈ അഗ്നിയുടെ വിശേഷം എന്ന് പറയുന്നത് മുകളിലേക്ക് വ്യാപരിക്കാനുള്ള ഒരു ത്വര അതിനകത്ത് തന്നെയുണ്ട്. ഈ വ്യാപരിക്കുന്ന അഗ്നിയെ
ഈ 12, 13, 14 വയസ്സായ കുട്ടികളിൽ, കൗമാരപ്രായക്കാരായ കുട്ടികളിൽ പണ്ട് കാലത്ത് ഭാരതത്തിൽ ഉത്തമനായ ഒരു ആചാര്യൻ്റെ മുന്നിൽ ഏൽപ്പിക്കുകയും ആ ആചാര്യൻ ഈ അഗ്നിയെ വേണ്ട വിധം അവൻ്റെ ഹൃദയഭാഗത്തേക്കും സജ്ജീകരിക്കുന്നതിനും ഉണർത്തി കൊണ്ടുപോകുന്നതിനും അവൻ്റെ ഉള്ളിലുള്ള സർഗാത്മകമായ അവൻ്റെ ടാലൻറ്റ്, അവന് എന്തിനോടാണ് താല്പര്യം എന്നുള്ള അതിലേക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം എന്നുള്ള രീതിയിലേക്ക് അവൻ ഉണർത്തുകയും ആ രീതിയിൽ അവനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ആചാര്യനെ ഏൽപ്പിക്കുന്നത് കൂടി. ആചാര്യൻ നിശ്ചിത ക്രിയകളിലൂടെ ഇതേ അഗ്നിയെ തന്നെ ഹൃദയഭാഗത്ത് എത്തിക്കുകയും ഇതേ അഗ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം അവനെ കൂടുതൽ ക്രിയേറ്റീവ് എനർജി ആയിട്ട് രൂപാന്തരപ്പെടുത്തുകയും ഈ രൂപാന്തരത്തിലൂടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിന് ഒരു ഉന്മേഷവും കൂടുതൽ ഹാപ്പിയും കൂടുതൽ സന്തോഷവും എല്ലാം കൈവരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആചാര്യനൊപ്പം താമസിച്ച് അദ്ദേഹം ചില ക്രിയകളിലൂടെ ഈ അഗ്നിയെ ഉണർത്തി അവൻ്റെ ഉള്ളിലുള്ള താല്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ താല്പര്യത്തിനനുസൃതമായിട്ടുള്ളൊരു ഉത്തമനായ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് ആ വ്യക്തിയുടെ അടുത്തേക്ക് ഈ കുട്ടിയെ അയക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷണം അതിൽ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതോടുകൂടി ആ കുട്ടിയുടെ ജീവിതം ധന്യമാകുന്നു. അതല്ലെങ്കിൽ ഏറ്റവും തൃപ്തികരമായ രീതിയിൽ കൊണ്ടുപോകാനും അവൻ്റെ ഉള്ളിലുള്ള താല്പര്യത്തെ ടാലൻറ്റിനെ ഉണർത്തി അതിൻ്റെ പരമമായ വൈഭവത്തിലേക്ക് ഉണർത്തി കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് ഓരോ ആചാര്യൻ്റെയും ഉത്തമമായ കടമ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഉള്ളിലുള്ള ടാലൻ്റ് എന്താണെന്ന് തിരിച്ചറിയാനും അതിനെ പരിപോഷിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുന്നതും ആ ടാലൻറ്റിനനുസൃതമായ രീതിയിൽ അവൻ്റെ വൈഭവത്തെയും അവൻ്റെ കഴിവുകളെയും പ്രകടിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയായിരിക്കണം വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ആയുധം ധാരിയായിട്ടുള്ളൊരു കുട്ടി ആയുധം എടുക്കുകയും ആയുധത്തിൽ ഫൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയെ അവനെ കൊണ്ടുപോയി അക്കൗണ്ടൻസി പഠിപ്പിച്ച് ബാങ്ക് മാനേജറാക്കി കഴിഞ്ഞാൽ അവനവിടെ ജോലി ചെയ്ത് കാശുണ്ടാക്കും എന്നല്ലാതെ കണ്ട് അവനവിടെ അവൻ്റെ ഉള്ളിലുള്ള വാസനകളെ പുറത്തെടുത്ത് ഉള്ളിലുള്ള ടാലൻറ്റിനെ പുറത്തെടുത്തുകൊണ്ട് അവനവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ അപ്പോൾ അക്കൗണ്ടൻസിൽ വർക്ക് ചെയ്യുമ്പോഴും പൂർണ്ണമായും തൃപ്തരാകാതെയും മാനസികമായ അപജയത്തിലും മാനസികമായ ഒരു തൃപ്തി വരാതെയും അവൻ്റെ ജീവിതം തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു ജീവിതം നയിക്കുമ്പോൾ യോഗ ചെയ്തുകൊണ്ടോ ഒന്നും അവനെ മുക്തനാക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ ടാലൻറ്റിനനുസൃതമായ രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. പാശ്ചാത്യ എഡ്യൂക്കേഷൻ സിസ്റ്റം വരികയും ഭാരതത്തിലുടനീളം അത് അപ്ലൈ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. പൈസ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഡോക്ടർമാരെ എഞ്ചിനീയർമാരെയും സൃഷ്ടിക്കാനാണ് ഏറ്റവും കൂടുതൽ പാരൻസ് കാശ് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത്. അതും കാശ് ഒരുപാട് ചിലവാക്കിയാലാണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഡോക്ടർമാരെ സൃഷ്ടിച്ചതോടുകൂടി പിന്നെ ഇവർക്ക് തൊഴിലുണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ തൊഴിലുണ്ടാക്കണമെങ്കിലോ ഡോക്ടർമാരുടെ തൊഴിലുണ്ടാക്കണമെങ്കിലോ ഒരുപാട് രോഗികൾ വേണമെങ്കിലോ ഒരുപാട് രോഗികളെ സൃഷ്ടിക്കണം. ഈ രോഗികളെ സൃഷ്ടിക്കണമെങ്കിലോ ഒരുപാട് പരസ്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തതുമായ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മളെ കുത്തിക്കയറ്റി കൊടുക്കണം. അതിലൊക്കെ കൃത്രിമത്വം കാണിക്കണം. ഇതിങ്ങനെ സങ്കീർണമായൊരു തലത്തിലേക്ക് പോയി ആകെ വികൃതമായിട്ടാണ് ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് യോഗയുടെ പ്രസക്തി വരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് യോഗയെ പറ്റി പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ്
ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.